സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ 19ാം മഹാസമാധി വാർഷികാചരണത്തിന് തുടക്കമായി തിരുവനന്തപുരം ശ്രീരാമദാസാശ്രമം മിഷൻ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹാസമാധി പൂജയും നടന്നു. ഇന്നും നാളെയുമായി നടക്കുന്ന ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ 19ാം മഹാസമാധി വാർഷികം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ആരംഭിച്ചത്. പുലർച്ചെ നിർമാല്യത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. ശ്രീരാമദാസ ആശ്രമം മിഷൻ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലാണ് ലോകമെമ്പാടും സമാധി വാർഷികം ആചരിക്കുന്നത്. ചേങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിലെ ജ്യോതിക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ മഹാസമാധി പൂജയും നടന്നു. ഇന്ന് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ 19ാമത് സമാധി വാർഷികമാണ്. ഇവിടെ ഈ ആശ്രമത്തിൽ ഈ ജ്യോതിക്ഷേത്രത്തിലാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ ഭൗതിക ശരീരം പ്രതിഷ്ഠിച്ച് സമാധി മണ്ഡപം കെട്ടി ആചാരപരമായ പൂജകൾ ആത്മാരാധന നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അധികം യജ്ഞങ്ങൾ നടന്ന വേദിയാണിത്, പുണ്യഭൂമിയാണിത്. അമ്മയുടെ തന്നെ ദർശനം, ജ്യോതിസ്വരൂപിണിയായ ദർശനം ആകാശത്ത് നിന്ന് 3 പ്രാവശ്യം ഇവിടെ ശതകോടി അർച്ചന നടന്ന സമയത്ത് ജ്യോതി താഴേക്ക് ഡിസെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ മുകളിലേക്ക് പോവുകയും ചെയ്ത ഒരു കാഴ്ചയുണ്ട്. വളരെ വിശിഷ്ടമായ ഒരു ക്ഷേത്രമാണിത്. ജീവിതത്തിലെ എല്ലാ പ്രധാന നിമിഷങ്ങളിലും സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ അനുഗ്രഹം തേടാൻ എത്താറുണ്ടായിരുന്നുവെന്ന് മുൻ MLA MA വാഹിദ് പറഞ്ഞു. എന്നോടൊരു വലിയ വാത്സല്യമാണ്. എൻ്റെ ഒരു പിതൃതുല്യനായ, ഞാൻ സ്വാമിജി എന്നാണ് വിളിക്കുന്നത്. ഞാൻ പേരിന്ന് വരെ പറഞ്ഞിട്ടില്ല, സ്വാമിജി എന്നേ പറയാറുള്ളത്. അങ്ങനെയുള്ള ഒരു വലിയ ബന്ധമായിരുന്നു. എൻ്റെ എല്ലാ തിരഞ്ഞെടുപ്പിലും എന്നെ അനുഗ്രഹിക്കുമായിരുന്നു. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് സ്വാമി വന്ന് കാണും. അപ്പോൾ സ്വാമി എൻ്റെ തലയിൽ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധം എനിക്കൊരിക്കലും മറക്കാൻ വയ്യാത്ത അപൂർവം സ്വാമിമാരിൽ ഒരാളായിരുന്നു. വർഷങ്ങളായി നടന്നുവരുന്ന മണ്ഡല മഹോത്സവവും ശ്രീരാമദാസ് ആശ്രമത്തിൽ തുടരുകയാണ്. ഡിസംബർ 27 വരെയാണ് മണ്ഡല മഹോത്സവാഘോഷങ്ങൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.